ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഒരു വലിയ ഡെക്കറേറ്റീവ് ബട്ടർഫ്ലൈ ആണ്. കാണാൻ നല്ല രസമാണ്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് വേണ്ടത് ഇതുപോലത്തെ വയറാണ്. ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന വയർ. നമുക്ക് കൈ കൊണ്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിത് കുറച്ച് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഇതുപോലെ തിരിച്ചു കൊടുക്കണം. ആ ഒരു എൻഡ് കുറച്ച് എക്സ്ട്രാ എടുത്ത് തിരിച്ചു വെക്കുക. ബാക്കി ഭാഗം നമ്മൾ പെറ്റലിൻ്റെ ഷേപ്പാക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെയാണ് കിട്ടുക. അപ്പം ഞാൻ ഇതുപോലെ ഒരു 6 ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 കുറച്ച് വലിയ സൈസും 4 ഏകദേശം കുറച്ച് ചെറിയ സൈസുമാണ്. അപ്പോൾ നമ്മളങ്ങനെ 6 ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഓർഗൻസേൻ്റെ മെറ്റീരിയൽ ഞാൻ എടുക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുള്ളൊരു മെറ്റീരിയലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇതിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെഷീനിൽ ഞാൻ സിൽക്ക് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്, എംബ്രോയ്ഡറി യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് ഒരു 1 വിഡ്ത്ത് എന്ന് പറയുന്നത് സിഗ്സാഗ് സ്റ്റിച്ചിൽ ഏറ്റവും കുറച്ച് ചെറിയ സ്റ്റിച്ചാണ് എടുക്കുന്നത്. ആ രീതിയിൽ നമ്മൾ സെറ്റാക്കിയിട്ട് നമ്മൾ ഈ ഓർഗൻസേൻ്റെ നടുക്ക് നമ്മളെ റിങ് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഈ രീതിയിൽ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തത് അതും കൂടി പോയി കാണുക. നമ്മളിതുപോലെ ആ ഒരു വയറിന് ചുറ്റും നമ്മൾ എംബ്രോയ്ഡറി ആ ഒരു സ്റ്റിച്ച് വരുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ വയർ അവിടെ ഫിക്സായി വരും. നമ്മൾ കുറച്ചൊരു മാർജിൻ വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഒന്ന് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി 5 കൂടി ഞാൻ ഇതേപോലെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ തുണിയിൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാം കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഇതൊക്കെ വയർ വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇതിൽ കുറച്ച് മാർജിൻ വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതുപോലെ ഈ ബലൂൺ പോലെ കിട്ടും. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലൈറ്റർ എടുത്തിട്ട് ഈ സൈഡൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ഇതൊരു വല്ലാത്ത ലൈറ്ററായിപ്പോയി. എനിക്ക് പേടിയായിട്ട് ഞാൻ വേറൊരു പുതിയ ടെക്നിക്കാണ് യൂസ് ചെയ്തത്. പുതിയതൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന ഒരു പഴയ ടെക്നിക്കാണ് യൂസ് ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ മുമ്പേ ഒരു ഡ്രസ്സ് ഓർഗൻസയിൽ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് അതിൻ്റെ താവ് മടക്കി അടിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതൊക്കെ എടുത്തിട്ട് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് ഇല്ലെങ്കിൽ നമുക്ക് പേപ്പർ റോൾ ചെയ്തെടുത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ആ സ്റ്റിക്ക് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ കമ്പി ഉണ്ടല്ലോ, ബാക്കിയുള്ള വയർ, അത് അതിൽ ചുറ്റി കൊടുത്തിട്ട് നമ്മൾ അവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പോലെ നമുക്ക് തോന്നിയ പോലെ ഫിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. താഴത്തെ ഒരിതാണ് ചിറക്. ഇനി മുകളിലത്തെ വിങ്സ് ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബാക്കി വയർ ഇതേപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഒരു 2 വിങ്സും മുകളിലൊരു 4 വിങ്സും ഒരു ലെയറിൽ വരുന്ന രീതിയിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ആക്കിയിട്ടുള്ളത്. എല്ലാ സ്റ്റിക്കിന് ചുറ്റിലും നമ്മൾ ആ എക്സ്ട്രാ ഉള്ള വയർ ചുറ്റി വെച്ചിട്ടാണ് ഫിക്സ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നുന്ന രീതിയിൽ ആ ഒരു ആംഗിളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ആ വയറിങ്ങനെ നമ്മൾ അനക്കുന്ന പോലെ അനങ്ങിക്കോളും. അപ്പോൾ അത് ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ഒരു ബേസ് മെറ്റീരിയൽ ബേസായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് എക്സ്ട്രാ ആണ് ആ ഒരു സ്റ്റിക്ക് എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞ്. പിന്നെ ഞാൻ ആൻറ്റിനെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് വയർ എടുത്തിട്ട് ഇതുപോലെ ആ അറ്റം റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ 2 ആൻറ്റിന വേണമല്ലോ, അപ്പോൾ 2 ആൻറ്റിന ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു സെറ്റപ്പിലേക്ക് ഈ ഒരു ആൻറ്റിനയും കൂടി തിരിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇത് വയറായതുകൊണ്ട് നമ്മൾ തിരിച്ചിങ്ങനെ വെക്കുമ്പോൾ തന്നെ അത് നിന്നോളും. അപ്പോൾ ഇതുപോലെ വെച്ച് ആൻറ്റിനെയും നമ്മൾ ഫിക്സ് ആക്കി കൊടുക്കുക. ഇപ്പം തന്നെ സംഭവം എന്താണെന്നല്ലോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതിനെല്ലാം കൂടിയിട്ട് ഒരു കവറേജ് കൊടുക്കണമല്ലോ. അപ്പം വൈറ്റ് റിബണാണ് എടുത്തിട്ടുള്ളത്. ആ റിബൺ നമ്മൾ ആൻറ്റിനേൻ്റെ ആ ഒരു ഏരിയ മുതൽ ഫിക്സ് ആക്കിയിട്ട് നമ്മൾ എന്ന് വെച്ചാൽ ഈ റിബണ് ചുറ്റി വരുമ്പോൾ ഈ വയർ മൊത്തം ആ സ്റ്റിക്കിനോട് നമ്മൾ ഫിക്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആൻറ്റിന വയറിനോട് സ്റ്റിക്കിനോട് ഫിക്സ് ചെയ്ത്, അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെയായിരുന്നു റോൾ ചെയ്തെടുത്തത്. അപ്പോൾ എനിക്ക് തോന്നിയത് ശരിയാകുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് തന്നെ ചെയ്തെടുത്തു. അല്ലെങ്കിൽ നമ്മൾ ആ റോളും കൊണ്ട് തന്നെ ചുറ്റേണ്ടി വരും. അപ്പോൾ അത് കുറച്ച് പാടായിട്ട് തോന്നി. അപ്പോൾ താഴത്തെ പീസാണെങ്കിൽ കുറച്ച് ലൂസാകുന്നുണ്ടേനും. അപ്പോൾ ഞാൻ കുറച്ച് ഇതൊക്കെ കൂടി ഫിക്സാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട്. നമ്മൾ ചുറ്റി വരുമ്പോൾ എല്ലാ ഡയറക്ഷനിലും ഒന്ന് ചുറ്റുക. അപ്പം ആ വിങ്സ് എല്ലാം അവിടെ ഫിക്സായി വെച്ചോളും.
ഇതുപോലെ ചുറ്റി വരുന്നുണ്ട്. അപ്പോൾ വിങ്സ് ഞാൻ അവിടെ ഊരി വെച്ചിട്ടുണ്ട് എനിക്ക് വേഗം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അത് കയറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ അതും കൂടി അവിടെ ഈ റിബൺ വെച്ച് തന്നെ സെക്യൂർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഫുൾ ചെയ്തിട്ടാകുമ്പോൾ നമുക്കതവിടെ ഫിക്സ് ആക്കി കൊടുക്കും. ഗമ്മും വെച്ച് ഒട്ടിക്കാം. പിന്നെ ഞാനിവിടെ ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിഗർ ലൈറ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ. ഞാനത് അതുകൊണ്ട് തന്നെ സ്റ്റിക്കാക്കിയിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ ഒരു ബോർഡ് റെഡിയായി. അപ്പം ഞാൻ വിങ്സെല്ലാം ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇനി ചെയ്യാൻ പോകുന്നത് ഇതെൻ്റെ വീട്ടിൽ തന്നെയുള്ള ഒരു മിററിൻ്റെ വർക്കുള്ള ലേസാണ്. ഇത് എന്തിനാണ് ഞാൻ വാങ്ങിയത് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഇതിനെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പീസ് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഡെക്കറേഷന്. അപ്പം ഞാനിതിങ്ങനെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് ഫസ്റ്റ് സ്റ്റിക്ക് ചെയ്തത്. അപ്പോൾ ഫാബ്രിക് ഗ്ലൂ എന്ന് വെച്ചാൽ കുറേ നേരം നമ്മൾ അനക്കാണ്ട് വെച്ചാലേ അത് സ്റ്റിക്കാവുള്ളൂ. അപ്പോൾ എനിക്കത് വർക്കാവില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഫ്ലെക്സി ക്വിക്ക് എടുത്തിട്ട് വന്നു. അതാകുമ്പോൾ ഒരു തുള്ളി മതി, പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിക്കോളൂ. ഇപ്പോൾ തന്നെ സ്റ്റിക്കായി. സംഭവം ഏകദേശം റെഡിയായി വരികയാണ്. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മളിതിനൊരു കുളത്തൊന്നും ഉണ്ടാക്കിയില്ല, ഇതെങ്ങനെ ഫിക്സ് ആക്കുന്നുള്ളത്. അപ്പോൾ റിബണ് ചുറ്റുന്നതിൽ മുന്നേ തന്നെ ഈ സ്റ്റെപ്പ് ആക്ച്വലി ചെയ്യണമായിരുന്നു. അപ്പോൾ എനിക്കത് തെറ്റിപ്പോയി. അപ്പോൾ പെട്ടെന്ന് ബോധോദയം വന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ആ റിബണിൻ്റെ ഇടക്കൂട്ടിലും കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാദ്യമേ ചെയ്യായിരുന്നു. ആ റിബണിൻ്റെ ഇടക്ക് തന്നെ ചുറ്റുന്നതിൽ മുന്നേ ഇത് വെച്ചില്ലെങ്കിൽ നമുക്കത് റിബണിൻ്റെ കൂടെ ഫിക്സായി കിട്ടുമായിരുന്നു. അപ്പോൾ ഞാനിത് ഇങ്ങനെയല്ലോ ആ റിബണിൻ്റെ ഇടക്കൂട്ടിയെല്ലാം കുത്തി കയറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഞാനവിടെ ഒരു കുളത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ സംഭവം റെഡിയായി. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ പഴയൊരു ക്രാഫ്റ്റിൻ്റെ മുകളിൽ കൊളുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? ഇങ്ങനെയാണിത് പറന്നു പോകുന്നത്. ഇതെൻ്റെ വേറൊരു സാധനത്തിൻ്റെ മുകളിൽ കൊളുത്തി വെച്ചു. അപ്പോൾ ഇവിടെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ ഒരു കളർ അങ്ങോട്ട് ശരിക്കും തിരിയുന്നില്ല. അപ്പം ഞാൻ കുറച്ച് ഡാർക്കായൊരു ബാക്ക്ഗ്രൗണ്ടിലും കൂടി ഒന്ന് വെച്ച് നോക്കി. അപ്പോഴാണ് നല്ല ഭംഗിയിൽ കണ്ടത്. അപ്പം ബട്ടർഫ്ലൈന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.